ഹായ് ഫ്രണ്ട്സ്, സ്ത്രീ 2 നമ്മൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്, DC സിനിമാറ്റിക് യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ഇന്ത്യയിൽ ഇതുപോലെ മികച്ച യൂണിവേഴ്സുകൾ വരുന്നത് എന്ന്. അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ബോളിവുഡിൽ നിന്ന് സ്പൈ യൂണിവേഴ്സ്, കോപ്പി യൂണിവേഴ്സ്, ഹൊറർ യൂണിവേഴ്സ്, തമിഴിൽ നിന്ന് ലോക്കി വേഴ്സ്, തെലുങ്കിൽ നിന്ന് ഹിറ്റ് വേഴ്സ് തുടങ്ങിയ യൂണിവേഴ്സുകൾ വന്നത്. ഇന്ന് ഞാൻ സ്ത്രീ 2 കണ്ടതിന് ശേഷം എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, ഇതിൽ ഏറ്റവും മികച്ച യൂണിവേഴ്സ് അത് ദിനേശ് വിജയൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൊറർ യൂണിവേഴ്സാണ്. ആദ്യം തന്നെ ഹൊറർ യൂണിവേഴ്സിന്റെ ആ ഒരു ഓർഡർ ഒന്ന് പറയാം. ഒന്നാമത്തെ ചിത്രം സ്ത്രീ, 2 ഭേടിയ, 3 മുഞ്ചിയ, 4 ഇന്നിറങ്ങിയ സ്ത്രീ 2. ഇതിൽ സ്ത്രീ 2 കാണണമെങ്കിൽ മുഞ്ചിയ കാണണം എന്നില്ല. ഞാനും അത് കണ്ടില്ല, അത് ഇതുവരെ OTT റിലീസായി വന്നിട്ടില്ല. ഇനി സ്ത്രീ 2ലേക്ക് വന്നാൽ സ്ത്രീ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങി സ്ത്രീയിലെക്കാളും കോമഡി, സ്ത്രീയിലെക്കാളും പേടിപ്പെടുത്തുന്ന സീനുകൾ, ക്യാമിയോസ്, ഒന്നും പറയേണ്ട ഒരു മാർവൽ ഫിലിം, ഇന്ത്യൻ മാർവൽ ഫിലിം കണ്ട ഫീലാണ് ഈ സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത്. മാർവൽ ഫിലിംസ് പോലെ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സീനുകൾ ഉണ്ടാവുമല്ലോ. സിനിമ കഴിഞ്ഞ് ഒരു ക്രെഡിറ്റ് സീന്, അതിനുശേഷം ഒരു സോങ്, വീണ്ടും ഒരു ക്രെഡിറ്റ് സീന്, പിന്നെ ഒരു സോങ്. അത് എന്താണെന്ന് സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. വീഡിയോയുടെ അവസാനം ഒരു 1.5-2 മിനിറ്റ് ഞാൻ അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കാണണം താല്പര്യം ഇല്ലാത്തവർ അവസാനത്തെ 2 മിനിറ്റ് കാണേണ്ട കാര്യമില്ല. സ്ത്രീ കണ്ടവർക്ക് അറിയാലോ, സ്ത്രീയുടെ ബേസിക് പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ എന്ന പേരുള്ള പിശാചിനി ചന്തേരി എന്നുള്ള ഗ്രാമത്തിലുള്ള പുരുഷന്മാരെ പിടിച്ചുകൊണ്ട് പോകുന്നു. രാജ്കുമാർ റാവും സംഘവും ചേർന്ന് എങ്ങനെ സ്ത്രീയെ കീഴ്പ്പെടുത്തുന്നു എന്നുള്ളതാണ് സ്ത്രീയുടെ ബേസിക് ത്രെഡ്. ഇവിടെ സ്ത്രീ 2ലേക്ക് വന്നാൽ സർക്കട, അതായത് തലയില്ലാത്ത ഒരു ഭൂതം, അയാൾ ഈ ചന്തേരി ഗ്രാമത്തിലെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതിനെ എങ്ങനെ കീഴ്പ്പെടുത്തും എന്നാണ് സ്ത്രീ 2ന്റെ ബേസിക് പ്ലോട്ട്. ഈ ഒരു ത്രെഡിനെ 2.5 മണിക്കൂറിൽ കോമഡി ചേർക്കുന്നു, ഹൊറർ ചേർക്കുന്നു, ആക്ഷൻ ചേർക്കുന്നു, സോങ്ങുകൾ ചേർക്കുന്നു. അങ്ങനെ ഒരു പൈസ വസൂൽ എന്റർടൈനറായി മാറ്റിയിട്ടാണ് ഈ യൂണിവേഴ്സിലെ 4ാമത്തെ ചിത്രം വന്നിരിക്കുന്നത്. ആദ്യം കോമഡിയിലേക്ക് വരാം. ഫസ്റ്റ് പാർട്ടിൽ രാജ്കുമാർ റാവു ആയിരുന്നു ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അഭിഷേക് ബാനർജിയാണ് ഇവിടെ ഷോ സ്റ്റീലർ. അദ്ദേഹം സ്ക്രീനിലേക്ക് വരാൻ ഒരു 30 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്. അതിനുശേഷം കംപ്ലീറ്റ് കൺട്രോൾ ഇദ്ദേഹത്തിന്റെ കയ്യിലാണ്. നമുക്കറിയാം, ഈ 3 പടത്തിലും സ്ത്രീ ആയിക്കോട്ടെ, ഭേടി ആയിക്കോട്ടെ, സ്ത്രീ 2 ആയിക്കോട്ടെ, അതിലൊരു കോമൺ പോയിന്റ് എന്ന് പറയുന്നത് അഭിഷേക് ബാനർജിയാണ്. അദ്ദേഹത്തിന്റെ വിളയാട്ടാണ് ഈ സിനിമ മൊത്തം. എന്ന് വെച്ച് രാജ്കുമാർ റാവു എവിടെയും പുറകിലോട്ട് പോയില്ല. അദ്ദേഹം ഗംഭീരമായിട്ട് ആ കോമിക് റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പങ്കജ് ത്രിപാഠി ക്യാരക്ടർ റോൾ ചെയ്യുന്നതിൽ വിദഗ്ധനായ ഇദ്ദേഹം ഇവിടെ കോമഡിയിലും അഗ്രഗണ്യനായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് അപർശക്തി ഖുറാന. അദ്ദേഹം ഫസ്റ്റ് പാർട്ട് നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ കുറച്ചൊക്കെ ചളി കോമഡി, കുറച്ച് ഓവർ ആക്ടിംഗ് ഒക്കെ വന്നതുപോലെ തോന്നി. പെർഫോമൻസുകൾ എടുത്തു കഴിഞ്ഞാൽ അപർശക്തി ഖുറാനയുടെ പെർഫോമൻസ് മാത്രമാണ് എനിക്കൊന്ന് പിറകിലേക്ക് നിൽക്കുന്നതായി തോന്നിയിരിക്കുന്നത്. പിന്നെ ശ്രദ്ധ കപൂർ, അവരാണ് ഭൂരിഭാഗം ആൾക്കാരും ഇതിൽ മെയിൻ ലീഡായി കണക്കാക്കുന്നത്. പക്ഷെ അവർക്ക് സ്ക്രീൻ ടൈം വളരെ കുറവാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 30 മിനിറ്റൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ ആ ഒരു ബ്യൂട്ടി, ഓറ, ആ ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള വേഷം ചെയ്തിരിക്കുന്ന രീതി, ഡയലോഗ് ഡെലിവറി, ആജ്ഞാശക്തിയുള്ള നോട്ടം, അങ്ങനെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ് ശ്രദ്ധ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ക്യാമിയോസ്, 2 മേജർ ക്യാമിയോസ് ഉണ്ട്. ഒന്ന് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തത് അൺഎക്സ്പെക്റ്റഡ്, അതും അദ്ദേഹത്തിന്റെ ക്യാമിയോ കഴിഞ്ഞ് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ തിയേറ്റർ ബ്ലാസ്റ്റ് ആയി. അതുപോലത്തെ ഒരു ക്യാമിയോ ആണുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തെ 2 മിനിറ്റിൽ പറയാം, കാരണം സ്പോയിലറാണ്. അടുത്തായി പറയേണ്ടത് ആക്ഷൻ സീൻസ് ആൻഡ് VFX. ഇതൊരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് വേണ്ട പടമൊന്നുമല്ല. പക്ഷെ ഇതിലുള്ള ആക്ഷൻ സീൻസ് ഒക്കെ VFX ഉപയോഗിച്ച് നല്ല രീതിയിൽ എലവേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഫൈറ്റ് തന്നെ പൈസ വസൂലാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജസ്റ്റ് ആക്ഷൻ കൊണ്ടല്ല, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന VFX, അതിൽ വരുന്ന ക്യാമിയോസ്, ആ ഒരു ടീമപ്പ്, നമ്മൾ പൊതുവേ യൂണിവേഴ്സ് പടങ്ങളിൽ കാണുന്ന ടീമപ്പ് ഉണ്ടല്ലോ, അവഞ്ചേഴ്സ് അല്ലെങ്കിൽ കോപ്പ് യൂണിവേഴ്സിൽ കണ്ട പോലെ അക്ഷയ്, രൺവീർ, അജയ്, ആ ടീമപ്പ്, അതുപോലൊരു ടീമപ്പ് ഒക്കെ അവസാന ക്ലൈമാക്സിൽ വരുന്നുണ്ട്. നമ്മൾ പൊതുവേ ഇതുപോലത്തെ പടം കാണുമ്പോൾ ഒരാൾ വീഴുന്നു, അപ്പോൾ അടുത്തയാൾ രക്ഷിക്കാൻ വരുന്നു, അതിന് കൊടുക്കുന്ന BGM, ആ ടീമപ്പിന്റെ ആ ഒരു എഫക്റ്റ്, അതൊക്കെ ഗൂസ് ബംപ് മൊമെന്റ്സ് ആണ് ഈ പടത്തിൽ. പിന്നെ ഈ സിനിമയെ ഒരു ഹൊറർ കോമഡി എന്ന് പറയുന്നതിലുപരി ഞാൻ വിശേഷിപ്പിക്കുന്നത് ഈ കൊല്ലം ഇറങ്ങിയ ഒരു ബെസ്റ്റ് ബോളിവുഡ് എന്റർടൈനർ എന്നാണ്. കാരണം ഹൊററും കോമഡിയും മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ആക്ഷൻ, നല്ല സോങ്സ്,
ഇടക്കൊക്കെ തോന്നും സോങ്സ് വരുന്നത് ആ കഥയുടെ ഒരു ഓളത്തിനെ ബാധിക്കുമല്ലോ എന്ന്. പക്ഷേ സോങ്സ് ഒക്കെ വളരെ മികച്ച രീതിയിലാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് തമന്നയുള്ള സോങ് ആഷ്കി രാത്, അതിന്റെ പ്ലേസ്മെന്റ് ഒക്കെ ഗംഭീരാണ്. എനിക്ക് ഒരേ ഒരു പരാതി, അവസാനം ഒരു സോങ് ഉണ്ട് ആയിനൈ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സോങ് ആണ്. അതും ഇതിന്റെ നടുക്ക് ഇവിടെ അങ്ങ് വെക്കാമായിരുന്നു. മറ്റൊന്ന് സിനിമാറ്റോഗ്രാഫി. ചന്ദേരി എന്നുള്ള ഗ്രാമം, ഇത് മധ്യപ്രദേശിലാണ് ഈ ഒരു ഗ്രാമം. അതിന്റെ ബ്യൂട്ടി, അതിന്റെ നൈറ്റ് ബ്യൂട്ടി, അതൊക്കെ ക്യാമറ അങ്ങ് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയൊക്കെ പോസിറ്റീവ് പറഞ്ഞിട്ട് ഇതിനൊരു നെഗറ്റീവ് ഇല്ല എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ അപരശക്തി ഖുറാനയുടെ ആക്ടിങ്ങിൽ ചെറിയൊരു പ്രശ്നം തോന്നി. പിന്നെ സ്റ്റോറി കടക്കൊരു ലാഗ് വരുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ആക്ഷൻ പാക്ഡ് എക്സ്പീരിയൻസ് വിചാരിക്കുമ്പോൾ അവിടെ കുറച്ചൊന്നും ലാഗ് വരുന്നത് പോലെ തോന്നി. പക്ഷെ അതൊന്നും ഈ സിനിമ കാണാതിരിക്കാനുള്ള ഒരു കാരണമേ അല്ല. ഞാൻ ഈ സിനിമക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4.75 ഔട്ട് ഓഫ് 5. ആ 0.25 കുറക്കാനുള്ള കാരണം മുമ്പ് പറഞ്ഞ ആ ഒരു ചെറിയ സംഭവം കൊണ്ട് മാത്രമാണ്. ഇതിന്റെ ഓപ്പണിംഗ് ആൾക്കാർ പ്രിഡിക്റ്റ് ചെയ്യുന്നത് 30-40 കോടിക്ക് മേലെയാണ്. അതായത് ഷാരൂഖ് സൽമാൻ പടത്തിന് കിട്ടുന്ന തരത്തിലുള്ള ഓപ്പണിംഗിലേക്കാണ് ഇത് പോകുന്നത് എന്നാണ് റൂമേഴ്സ്. ഇനി പറയാൻ പോകുന്നത് സ്പോയിലറാണ്. അത് കാണാൻ ആഗ്രഹമില്ലാത്തവർ കാണേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങളുടെ സിനിമാ ആസ്വാദനത്തിനെ ബാധിക്കും. ഒന്നാമത്തെ കാമിയോ പേടിയ വരുൺ ധവാന്റെ ഗംഭീര കാമിയോ, അത് നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നതാണ്. എപ്പോ ഏത് സമയത്ത് വരും എന്നുള്ളത് മാത്രമായിരുന്നു ഡൗട്ട്. പക്ഷെ അദ്ദേഹം ക്ലൈമാക്സിൽ വരുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ ടീമപ്പിന്റെ ഒരു ഭാഗം പേടിയാണ്. ഗംഭീര പെർഫോമൻസ്. അതുപോലെ ഒരു മിഡ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. അതിൽ വരുൺ ധവാൻ അഭിഷേക് ബാനർജിയോട് പറയുന്നുണ്ട്, ദില്ലിയിൽ നീ എൻ്റെ കൂടെ വരണ്ട, ദില്ലിയിൽ ബ്ലഡ് സക്കിയുന്ന ഒരു കഥാപാത്രം വന്നിട്ടുണ്ട്. ഇത് അടുത്ത വാമ്പയേഴ്സ് ഓഫ് വിജയനഗർ എന്നുള്ള ഈ യൂണിവേഴ്സിലെ അടുത്ത പടത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന സീനാണ്. ആയുഷ്മാൻ ഖുറാനയും രശ്മിക മന്ദാനയും അഭിനയിക്കുന്ന പുതിയ പടം. രണ്ടാമത് പറയാനുള്ളത് ആ കില്ലർ കാമിയോ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സൂപ്പർ സ്റ്റാർ കാമിയോ അക്ഷയ് കുമാർ. അദ്ദേഹം ഈ പടത്തിന്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് വന്ന് മൊത്തം ചിരിപ്പിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ചു അതോടെ അദ്ദേഹത്തിന്റെ റോള് തീർന്നു. പക്ഷേ മിഡ് ക്രെഡിറ്റ് സീന്, വരുൺ ധവാനുള്ള സീന് കഴിഞ്ഞ് ആയിനൈ സോങ് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് ഒരു 30 സെക്കൻഡ് കാണിക്കലാണ്. സർക്കട്ടെ എന്നുള്ള ക്യാരക്ടർ നമ്മൾ ഇപ്പോൾ കണ്ടതൊന്നുമല്ല. ഇദ്ദേഹമാണ് ആ ഒറിജിനൽ വില്ലൻ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ണൊക്കെ തീയായുള്ള ഒരു കഥാപാത്രം. അക്ഷയ്ക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് ലോൺ പടം ഒന്നുകിൽ വരും, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലെ ആ ഒരു മെഗാ വില്ലൻ, താനോസ് ലെവൽ അല്ലെങ്കിൽ റോളക്സ് ലെവൽ വില്ലനായിട്ട് വരുന്നത് അക്ഷയ് കുമാർ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്.